നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ അഭയം തേടിയെത്തിയ കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും പ്രണയവും വിവാഹവും ദേശീയ തലത്തിൽ വരെ ഏറെ ചർച്ചയായതാണ്. ഇരുവരുടെയും വിവാഹം ലവ് ജിഹാദാണെന്ന തരത്തിലാണ് പല ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ വിവാഹം ലവ് ജിഹാദ് അല്ലെന്നാണ് കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ പറയുന്നത്. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കേരളം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. മധ്യപ്രദേശിൽ നിന്നുമുള്ള ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ കയ്യിലുണ്ട്. കേരളം വലിയ പിന്തുണ നൽകിയെന്നും മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും വ്യക്തമാക്കി. हाँ, हम दोनों एक इधर नागम्मा एक मलयालम फिल्म है, उसके पूजा के टाइम हम दोनों मिला. ये हीरोइन था, उसमें मैं मेन विलन का कैरेक्टर के लिए कास्ट किया गया था. उसी टाइम हम दोनों की मुलाकात हुई. फिर उसके बाद मोनालिसा ने मुझे प्रपोज किया. फिर बाद में वहाँ से हमारी कहानी शुरू हुई. फैमिली वाले अभी मान नहीं रहे, थोड़ा कुछ लोग एक्सेप्ट करे, लेकिन कुछ लोग अभी नहीं करते. जैसे फादर है वो नहीं करते, क्योंकि वो उनकी जो बहन थी उसके बेटे से इनकी शादी कराने वाले थे 2-3 दिन में. इसीलिए मोनालिसा ऐसा डिसीजन लिए सडनली, यानी अभी कोई प्लानिंग नहीं था शादी जी. नहीं, मेरी उम्र 18 साल से भी ऊपर है. 18 साल से ऊपर है, जिसमें बर्थ सर्टिफिकेट है और आधार कार्ड है, पैन कार्ड है, तीनों में 18 साल के ऊपर. वो जो अभी जो बोल रहे हैं लव जिहाद, ऐसा कुछ नहीं है, क्योंकि हम दोनों कलाकार हैं और आर्टिस्ट सभी धर्मों को मानते हैं. मैं भी हिंदू धर्म को मानता हूँ. सब धर्म एक है. मैं भी पूजा करता हूँ हिंदू धर्म की, मंदिर में जाता हूँ, सब कुछ. और सबसे बड़ी बात है कि हमने ये हिंदू रीति रिवाज से शादी की है. अगर ऐसा कोई मंदिर में किया, ऐसा अगर होता तो नहीं करते. तो हमारे अंदर कोई ऐसा कुछ नहीं है कास्ट को लेकर या कुछ भी. आज भी मोनालिसा हिंदू है, मैं मुसलमान हूँ. मैंने भी चेंज नहीं किया, उसी ने भी कोई कन्वर्ट नहीं किया है. हम दोनों धर्मों को मानते हैं, सभी धर्मों को हम मानते हैं. इसीलिए हमारे लिए सब बराबर है. हिंदू धर्म हो या मुस्लिम धर्म हो, सबको मानते हैं. मैं खुद पूजा करता हूँ सब चीज. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ദേശീയ തലത്തിൽ അത് കേരളത്തെ ഏറ്റവും മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. ഇവിടെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു, പെൺകുട്ടികളുടെ ജീവിതം തകരുന്നു എന്ന രീതിയിലൊക്കെ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. നമുക്കറിയാം കേരള സ്റ്റോറി, അതിൻ്റെ 2ാം ഭാഗവുമൊക്കെ. പക്ഷേ അതിനിടെയാണ് കേരളത്തിൽ അഭയം തേടി മൊണാലിസയും, അതായത് പ്രണയിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച മൊണാലിസയും ഫർമാൻ ഖാനും കേരളത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് വിവാഹം നടക്കുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം പല രീതിയിലാണ് ഇരുവരുടെയും വിവാഹം ചർച്ച ചെയ്യപ്പെട്ടത്, വിവാദമായത്. അതായത് അതൊരു ലവ് ജിഹാദ് വിവാഹമാണ്. മാത്രമല്ല മൊണാലിസയുടെ പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതിന് രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ആ വിവാഹത്തിന് കൂട്ടുനിന്നു എന്ന രീതിയിലൊക്കെ പല ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇരുവരും, മൊണാലിസയും ഭർത്താവും, മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയത്. പ്രത്യേകിച്ചും ന്യൂസ് 18 അടക്കം അവർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ലവ് ജിഹാദ് അല്ല, പ്രായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അടക്കം വ്യക്തത വരുത്തിയിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആധാർ കാർഡ് അടക്കം നൽകിയിട്ടുണ്ട്. ഈ വിവാദം അവസാനിച്ചുവെന്ന് പറയാമോ? ടോമ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് കേരളത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട്. ഒരുപക്ഷെ ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിനെതിരെ പല രീതിയിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ദേശീയ തലത്തിലടക്കം ചർച്ചയാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അത് തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതായത് രക്ഷിതാക്കൾ ഒരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു. അത് ഈ ഒരു കസിനുമായി ബന്ധപ്പെട്ട്, അതായത് കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവാവിനോട് തന്നെയാണ് ഈ ഒരു കല്യാണം ഉറപ്പിച്ചിരുന്നത്. ആ കല്യാണത്തിന് മൊണാലിസയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ വെച്ച് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പിതാവിനെ വിളിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് മൊണാലിസ പറയുന്നത് ഫർമാനും ഒരുമിച്ച് പോയാൽ, അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ മതി എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിലപാടെടുത്തോടുകൂടിയാണ് പിന്നീട് കല്യാണത്തിലേക്ക് അടക്കം വഴിവെച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വളരെ എളുപ്പത്തിൽ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഒരു കല്യാണം ഇത്രയും വളരെ സുഗമമായി നടക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ അതിനുശേഷവും ഈ പ്രായമായി ബന്ധപ്പെട്ടവും ഒപ്പം തന്നെ ഈ
ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതൊരു ലവ് ജിഹാദാണ് എന്നടക്കമുള്ള രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ സമൂഹത്തിൽ നടന്നിരുന്നു. അതിന് മറുപടിയായിട്ടായിരുന്നു ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ മൊണാലിസയും ഫർമാനും പ്രതികരിച്ചത്. അതിൽ അവർ പറയുന്നത് വളരെ വ്യക്തമാണ്. അതായത് കേസ്മാർട്ട് ആപ്പ് വഴി അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റും മറ്റും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ അവർക്ക് സ്ഥിരവിലാസമുണ്ട്. അതിനൊപ്പം തന്നെ ഇതിൽ, അതായത് പാൻ കാർഡ്, ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ എടുത്തു കാണിച്ചായിരുന്നു അവർ മൊണാലിസയുടെ പ്രായം കൃത്യമായി എടുത്തു പറഞ്ഞത്. പ്രായത്തിൽ യാതൊരുവിധ, അതായത് 18 വയസ്സ് കഴിഞ്ഞ ആൾ തന്നെയാണ്. ഒപ്പം ലവ് ജിഹാദ് അല്ല, അത് അമ്പലത്തിൽ വെച്ച് നടത്തിയത് മൊണാലിസയുടെ ഇഷ്ടപ്രകാരമാണ്. അതായത് അവരുടെ ഇഷ്ടം മാനിച്ചുകൊണ്ടാണ് അവിടെ വെച്ച് കല്യാണം നടത്തിയത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും വെച്ച് നടത്തുമായിരുന്നു. അതിൽ രണ്ടുപേരും ഇരു മതങ്ങളെയും ബഹുമാനിക്കുകയാണ്. മാത്രമല്ല മുന്നോട്ട് പോകുമ്പോഴും അവർ മതം മാറാനോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് അവർ പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ വേദനാജനകമാണ്. കാരണം കേരളത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച പല ചർച്ചകളും, അതായത് പല സ്വീകാര്യതയും വളരെ വലിയ രീതിയിൽ അവർ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് അവർ പ്രതികരിച്ചത്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ വിവാദങ്ങളും അടിസ്ഥാനരഹിതമാണെന്നാണ് പറയുന്നത്. മാത്രം തന്നെ കുടുംബവുമായിട്ട് ചെറിയ അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുവന്നതടക്കമുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷേ പിതാവിന്റെ കൂടെയാണ് 10 ദിവസം മുൻപ് മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയും കഴിഞ്ഞ ദിവസം അടക്കം സ്റ്റേഷനിലേക്ക് അടക്കം അച്ഛൻ എത്തിയിരുന്നു. പക്ഷേ കല്യാണ ചടങ്ങിൽ അച്ഛൻ പങ്കെടുത്തിരുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അത് തിരിച്ചു പോയോ എന്ന കാര്യത്തിലും വ്യക്തത കുറവുണ്ട്. പക്ഷേ കുടുംബവുമായി ഈ ഒരു പെട്ടെന്നൊരു വിവാഹം, അതും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് അവർ മൊണാലിസ പ്രതികരിച്ചത്. 6 മാസം മുൻപാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലാകുന്നത്. അതായത് നാഗമ്മ എന്നൊരു മലയാള സിനിമയുടെ പൂജാവേളയിലാണ് ഇവർ പരിചയപ്പെടുകയും പിന്നീട് അടുപ്പത്തിലാവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി വീട്ടുകാർ നിർബന്ധിക്കുകയും തുടർന്ന് പെട്ടെന്ന് ഒരു കല്യാണത്തിലേക്ക് ഫർമാനുമായി ഒത്തുചേർന്ന് നീങ്ങേണ്ട മൊണാലിസ പ്രതികരിച്ചത്. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ വലിയ രീതിയിലുള്ള അപേക്ഷ. കാരണം അത്തരത്തിലുള്ള ഈ ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഈ വിവാദത്തിൽ മുഴുനീളെ നിലനിൽക്കുന്നത് എന്നാണ് മൊണാലിസയും ഫർമാനും പ്രതികരിച്ചത്. കേട്ടോ, സാരംഗ്, നമുക്കറിയാം ഈ മഹാകുംഭമേളയിൽ മാല വിൽക്കാനായി എത്തിയാണ് ഈ മൊണാലിസ വൈറൽ താരമാകുന്നത്. അന്ന് വാർത്തകളിൽ കാണിച്ചിരുന്നത് ഒരു 17 വയസ്സുള്ള പെൺകുട്ടി എന്ന രീതിയിലാണ്. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ഒരു 17-കാരിയുടെ വിവാഹം CPM നേതാക്കളടക്കം മന്ത്രിമാരടക്കം ചേർന്ന് നടത്തിക്കൊടുക്കുന്നു. നിയമപരമായി ഉള്ള പ്രശ്നങ്ങളടക്കം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാത്രി വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടെയാണ് ഇരുവരുടെയും പ്രത്യേകിച്ച് മൊണാലിസയുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ജനന തീയതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തതകൾ വരുന്നത്. സോഷ്യൽ മീഡിയ പ്രചാരണം വസ്തുതാവിരുദ്ധമാണ്, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മറ്റ് നിയമ നടപടിയിലേക്ക് മൊണാലിസ പോകുന്നുണ്ടോ? കാരണം ഒരു തെറ്റായ പ്രചരണമാണല്ലോ. മൊണാലിസയെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ഒരു 18 വയസ്സ് ആകാത്തൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മോശപ്പെട്ട പ്രവണതയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത്. ഇതിനെ എങ്ങനെ നേരിടാനാണ് മൊണാലിസയുടെയും ഭർത്താവിൻ്റെയും തീരുമാനം? ടോമ, ഈ ഒരു വിഷയത്തിൽ അവർ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളെ അവർ നേരിട്ട് വന്ന് കണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിലേക്ക് കടക്കാൻ അവർ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു അനാവശ്യ വിവാദമാണ്. ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളല്ലാതെ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടും മറ്റ് അഭ്യൂഹങ്ങളോ അടിസ്ഥാനരഹിതമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് സമൂഹത്തിൽ. അല്ലാതെ ഉള്ള കാര്യങ്ങൾ ഇതിനൊന്നും, അതായത് ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും പാൻ കാർഡും അടക്കമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ചത്. അതിനൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളടക്കം അവർ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇതൊരു വിവാദമാക്കാതിരിക്കുക എന്നാണ് അവരുടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം അവർ കഴിഞ്ഞ ദിവസമാണ് കല്യാണം കഴിഞ്ഞത്. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് എന്ന് മാധ്യമങ്ങളെ കാണുകയും അത് വ്യക്തത വരുത്തുകയും ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കമുണ്ടാകും. അനാവശ്യമായി അത്തരം രീതികളിലേക്ക് കടക്കുന്നത്
ചെയ്യുന്നത് അത് അനാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെയൊരു നിയമ നടപടിയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവരുടെ ഭാഗം അവർ കൃത്യമായി വിശദമാക്കി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അവരെ സ്വൈര്യ ജീവിതത്തിന് വിടണം എന്നൊരു രീതിയിലേക്കാണ് അവർ ഇന്ന് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. വരും ദിവസങ്ങളിലും ഇതിന്റെ ഒരു കെട്ടടങ്ങുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ പുകയാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രായമായി ബന്ധപ്പെട്ടതും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുമായ ഗുരുതരമായ ആരോപണങ്ങളാണ്. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫർമാന്റെ പ്രതികരണം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മൊണാലിസയുടെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തിയത്. അതല്ല എങ്കിൽ വേറെ എവിടെ വെച്ചെങ്കിലും നടത്തുമായിരുന്നു. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ മതം മാറ്റത്തിന്റെയോ അല്ലാതെ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം തന്നെ മൊണാലിസയുടെ കാര്യമാണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാഗമ്മ എന്നൊരു ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടടക്കം ഇരുവരും ആ ഒരു തിരക്കുകളിലേക്ക് മുന്നോട്ട് പോകാനും ഒപ്പം തന്നെ ഈ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും സാരംഗ് സൂചിപ്പിച്ചതുപോലെ മൊണാലിസയും ഫർമാൻ ഖാനും നല്ല രീതിയിൽ അവരുടെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകട്ടെ. എന്തായാലും വിവാദങ്ങൾ ഇവിടെ അവസാനിച്ചു എന്ന് കരുതാം. മറ്റു മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ ഇതിന് പിന്നിൽ ലവ് ജിഹാദൊന്നുമില്ല. തങ്ങൾ പ്രണയിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം നടത്തിയവരാണ്. മറ്റു സമ്മർദ്ദങ്ങളോ ഭീഷണിയോ ഒന്നും ഇല്ലാതെ തന്നെ പരസ്പരം സ്നേഹിച്ചവരാണ്. അതിനെന്തായാലും മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതാം. സ്പോട്ട് ലൈവിനെ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ കസ്റ്റഡിയിൽ. മൃതദേഹത്തിന് സമീപത്തുനിന്ന് ലഭിച്ച ആധാർ കാർഡാണ് കേസിൽ തുമ്പായത്. കർണാടക ഗദഗ് ബലേഗ ഹുസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പാട്ടാടാണ് കൊല്ലപ്പെട്ടത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, രാവിലെ തന്നെ ഇത് ഒരു കൊലപാതകമാണെന്ന രീതിയിലുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എങ്ങനെയാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്? ടോമെ, ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ തന്നെ ഇത് കൊലപാതകത്തിന്റെ സൂചന ഇതിലുണ്ടായിരുന്നു. കാരണം ഈ മൃതദേഹത്തിൽ ചോരപ്പാടുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ മൃതദേഹം കാണപ്പെട്ട ലിഫ്റ്റിന് വേണ്ടി നിർമ്മിച്ച കുഴിയിൽ വലിച്ചു ഇഴച്ച പാടുകളൊക്കെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി പോലീസ് ഇതൊരു കൊലപാതകം എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇത് ആളെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക ഹൊസൂർ സ്വദേശിയാണ് ചന്ദ്രശേഖർ സുരേഷ് പട്ടാട എന്ന് പറയുന്ന ആളാണ് ഈ മരിച്ചതെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഇയാളുടെ ഈ താമസ സ്ഥലത്തും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളും അങ്ങനെ ഈ മൃതദേഹം കണ്ടാണ് തിരിച്ചറിഞ്ഞത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ മൃതദേഹത്തിനരികിൽ ഒരു ആധാർ കാർഡ് ലഭിച്ചിരുന്നു. ഇന്നലെ പോലീസ് ആദ്യം സംശയിച്ചത് ഇത് ഈ മരണപ്പെട്ട ആളാണെന്നാണ്. മഞ്ജുനാഥ എന്ന പേരിൽ ഒരു ആധാർ കാർഡാണ് ലഭിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ സംഭവം നടത്തിയതിന് പിന്നിലുള്ള ഒരാളാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇപ്പോഴും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. 2 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ കൊലപാതകം എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ കേസിൽ പ്രതികളാണ് ഇവരെന്ന് പോലീസ് നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് കാസർഗോഡ് നഗരത്തിലെ തന്നെ തൊട്ടടുത്ത് സമീപത്തായുള്ള നുള്ളിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുനില കെട്ടിടത്തിന്റെ ഫ്ളാറ്റിനായി ഈ കെട്ടിടത്തിന്റെ ഈ ലിഫ്റ്റിനായി നിർമ്മിച്ച കുഴിയിലകത്ത് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കെട്ടിട ഉടമ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഒക്കെ ആ സംഭവ സ്ഥലത്തെത്തി വലിയ പരിശോധന നടത്തി. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്ക് ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ്. മാത്രമല്ല ശരീരത്തിൽ ഇത്തരത്തിൽ നിരവധി സ്ഥലത്ത് മർദ്ദനമേറ്റ പാടുകളും ഉണ്ട്. ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടത്താനിടയായ സാഹചര്യം എന്താണെന്നാണ് പോലീസ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ കൂടുതൽ പേർ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ ഇവിടെ എത്തിയതെന്ന് അറിയണം, കൊലപാതകത്തിന്റെ കാരണം അറിയണം, ഈ കൊലയാളികളും
ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ തമ്മിലുള്ള ബന്ധം എന്താണ്? വല്ലോ വ്യക്തിപരമായ വിരോധമാണോ, ആസൂത്രിതമായ കൊലപാതകമാണോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ബൈജു? ടോമെ, അത് തന്നെയാണ് ഞാൻ അറിയേണ്ടത്. ഈ കൊല്ലപ്പെട്ട ചന്ദ്രശേഖർ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളതും പോലീസ് കസ്റ്റഡിയിലുള്ളതും നിർമ്മാണ തൊഴിലാളിയായ ആളുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള വ്യക്തിപരമായ എന്തെങ്കിലും കാരണമാണോ, അതല്ല മദ്യപിച്ചോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, അത്തരം കാര്യങ്ങൾ ഇനി പുറത്ത് അറിയേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇതിൽ കൂടുതൽ പേർ പ്രതികൾ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മൃതദേഹം അത്രത്തോളം നീചമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു. ശരീരമാസകലം പാടുകൾ, മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയ്ക്ക് ആഴത്തിൽ വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ മരണകാരണവുമായത്. ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയൊരു അടിപിടി നടന്നിട്ടുണ്ട്. അതിനുശേഷം കൊന്ന് ഈ ഒരു ലിഫ്റ്റിനായി ഉണ്ടാക്കിയ കുഴിയിലേക്ക് തള്ളിയതായിരിക്കാനുള്ള സാധ്യത അതേതായാലും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്തിനാണ് ഇങ്ങനെ ഒരു അരുംകൊല നടത്തിയതെന്നാണ്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായി ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേർ ഈ കേസിൽ ഈ പ്രതികളായിട്ട് ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇത്തരം കാര്യങ്ങളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേർ പ്രതികളാണെന്ന വിവരം പോലീസ് നൽകുന്നു. അങ്ങനെയെങ്കിൽ അതൊരു ആസൂത്രിതമായ കൊലപാതകമായിരിക്കണം എന്ന് തന്നെ കരുതേണ്ടതല്ലേ? ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് ആരൊക്കെയാണെന്ന വിവരമുണ്ടോ? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അവർ ഇത് എന്നാണ് ഇവിടെ എത്തിയത്? അല്ലെങ്കിൽ ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ടോമ, ഇതിൽ ഏറ്റവും നിർണായകമായത് ആധാർ കാർഡ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന് സമീപത്ത്, അതായത് മൃതദേഹത്തിനരികിൽ ഒരു ആധാർ കാർഡ് ലഭിച്ചു എന്ന വിവരം പങ്കുവച്ചിരുന്നു. അത് ഈ കൊല്ലപ്പെട്ട ആളുടേതാണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. മഞ്ജുനാഥ എന്ന് പറയുന്ന ഒരാളുടെ ആധാർ കാർഡാണ് ലഭിച്ചത്. പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ട ആളുടെ ആധാർ കാർഡ് അല്ല അത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ആധാർ കാർഡിലുള്ള ആളെ തേടി പോലീസ് അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. അത് ഈ സംഭവം നടത്തിയ ഈ പ്രതികളിൽ ഒരാളുടെ ആധാർ കാർഡ് അവിടെ കളഞ്ഞു പോയതാണെന്ന് പോലീസിന് കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതും. എന്തായാലും ആധാർ കാർഡാണ് ഈ കേസിൽ വലിയ ഉണ്ടാക്കാൻ സഹായിച്ചത്. മാത്രമല്ല, ഈ തുടക്കത്തിൽ ഇത് ആരാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു എന്ന കാര്യത്തിലും പോലീസിന് അവ്യക്തത ഉണ്ടായിരുന്നു. പിന്നീട് അതും വളരെ എളുപ്പത്തിൽ തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഒരു പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നമായിരിക്കുമോ, അതല്ല മദ്യപിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത് കാസർഗോഡ് നഗരത്തിൽ വളരെ അരികിൽ, അതായത് വെറും 1 കിലോമീറ്റർ മാത്രം മാറി നുള്ളിപ്പാടി എന്ന് പറയുന്ന കാസർഗോഡിന്റെ അടുത്ത നഗരം, അവിടെ ഒരു സംഭവമാണ് 10 മണിക്ക്, രാത്രി 10 മണിയോടുകൂടിയ സംഭവം ഇത് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 8 മണി ആ സമയത്ത് തന്നെ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാകാം. പക്ഷേ സമീപവാസികൾ ആരും അങ്ങനെ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായി ഒന്നും കേട്ടതായി അവർ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ കൊലപാതകം നടത്തിയത്, മറ്റെവിടെ നിന്നെങ്കിലും കൊലപാതകം നടത്തി ഈ കെട്ടിടത്തിന്റെ ഈ ലിഫ്റ്റിനായി നിർമ്മിച്ച വലിയ കുഴിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടിട്ടതാണോ, അത്തരം കാര്യങ്ങൾ ഏതായാലും പുറത്ത് ഇനി അറിയാനുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടില്ല. ഏതായാലും 2 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട 2 പ്രതികൾ കസ്റ്റഡിയിലുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്ന കാര്യത്തിലാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. മാത്രമല്ല, ഇനി മറ്റെവിടെയെങ്കിലും ആണോ ഈ കൊലപാതകം നടത്തി ഇവിടെ മൃതദേഹം കൊണ്ട് ഇങ്ങനെ ഇട്ടതാണോ, അതല്ല ഇതിൽ കൂടുതൽ പേർ കേസിൽ പ്രതികളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു മരണം ആണെന്ന് കരുതി പിന്നീട് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ഇതിൽ ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തുന്നു. അതോടൊപ്പം തലയ്ക്ക് ആഴത്തിൽ വെട്ടേറ്റതിന്റെ പാടുകൾ കണ്ടെത്തുന്നു. ഇതാണ് മരണകാരണം. വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് കർണാടക സ്വദേശി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ട കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസ് സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന്. മരണകാരണം, ഈ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ പയ്യന്നൂരിൽ സിനിമാ സീരിയൽ നടൻ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാലതാരമായി നിരവധി സിനിമകളിൽ ഹരിമുരളി അഭിനയിച്ചിട്ടുണ്ട്. VFX ആർട്ടിസ്റ്റായിരുന്നു. പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. വിവരങ്ങളുമായി രജീഷ് കുളങ്ങര ചേരുന്നു. രജീഷ്, ഒരു ചെറുപ്പക്കാരനാണ് ഹരിമുരളി. പെട്ടെന്നുള്ള ഒരു മരണം വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്.
എന്താണ് ആത്മഹത്യ കാരണം അല്ലെങ്കിൽ മരണത്തിന് കാരണമെന്ന വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ മരണത്തിന്? ടോം, രാവിലെ 6:30യോടെയാണ് ഹരിമുരളിയെ ബന്ധുവും അഭിനേതാവുമായ KU മനോജിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള ബന്ധുവാണ് ഈ KU മനോജ്, പ്രശസ്ത അഭിനേതാവാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഹരിമുരളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഹരിമുരളിക്ക് 27 വയസ്സായിരുന്നു. 30 വർഷത്തോളമായി നാടകരംഗത്ത് സജീവമായിരുന്ന പ്രശസ്ത നാടക നടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ്. 5ാമത്തെ വയസ്സിൽ സീരിയലിലൂടെയാണ് ഹരി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. രസികനാണ് ആദ്യ സിനിമ. രസികനിൽ ചെയ്ത വേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. രസികന് ശേഷം അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം, ഉലകം ചുറ്റും, വാലിബൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടിരുന്നു. പിന്നീട് പഠനാവശ്യത്തിനായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഹരി തിരിച്ചെത്തി അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ചെറിയൊരു വേഷവും ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്നും BSc വിഷ്വൽ എഫക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചിറങ്ങിയ ഹരി എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. VFX മേഖലയിലൂടെ സിനിമയിൽ പിന്നണിയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അന്ത്യം സംഭവിച്ചത്. നാടക സിനിമാ നടൻ KU മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ്. ബാലതാരമായി വന്ന് ഇപ്പോൾ സിനിമയിൽ സജീവമായ നടൻ ഗണപതി ഹരിയുടെ ബന്ധുവാണ്. സിനിമാ നാടക നടൻ ബാബു അന്നൂർ ഹരിയുടെ അച്ഛന്റെ സഹോദരനാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹരി ചില മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ആളാണ് എന്നാണ് അറിയുന്നത്. സ്വന്തം വീട് തൊട്ടടുത്തുള്ള ബന്ധുവും എന്തായാലും അതാണ് വലിയ ഞെട്ടൽ ഉളവാക്കുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ കണ്ണൂർ പയ്യന്നൂരിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു കുടുംബമാണ്. സിനിമയുമായി അത്ര ബന്ധമുള്ളവർ, കുട്ടിക്കാലം മുതൽ ഈ സിനിമയും നാടകവുമായി അല്ലെങ്കിൽ സീരിയലിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ്റെ മരണം ഈ ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. രജീഷ്, ഇവിടെ മാനസികമായ ചില പ്രശ്നങ്ങൾ ഇയാളെ അലട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വിഷാദമാണോ, വിഷാദ രോഗമായിരുന്നോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ടോം, സ്വന്തം വീടിന്റെ തൊട്ടടുത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ KU മനോജിന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ, മുകളിലത്തെ നിലയിലായിരുന്നു ഹരിമുരളി ജീവൻ ഒടുക്കിയത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഹരിയുടെ വീട്. അടുത്തടുത്തുള്ള നല്ല പോക്കുവരൊക്കെയുള്ള നല്ല ബന്ധമുള്ള വീടുകളാണ്. സ്വന്തം വീട് പോലെ തന്നെ കരുതുന്ന വീടുകളാണ്. ഹരി സാധാരണ നാട്ടിലുള്ളപ്പോൾ ഇവിടെയാണ് താമസിക്കാറുള്ളത്. മൃതദേഹത്തിൽ നിന്നും ആത്മഹത്യാ കുറിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഹരിമുരളി അടുത്ത കാലത്തായിട്ട് മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നതായാണ് വിവരം. വിഷാദത്തിലുള്ള ചികിത്സയിലായിരുന്നു ഹരി എന്നുമാണ് ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാവിലെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ പെരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. സീരിയൽ സിനിമാ താരം ഹരിമുരളിയെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല, ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാൻ. വാർത്തയിലേക്ക് എത്താം. അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാൻ. യുദ്ധം ആരംഭിച്ച് ഇതാദ്യമായാണ് ഒരു സമാധാന ശ്രമത്തിന് ഇറാൻ സന്നദ്ധത അറിയിക്കുന്നത്. പാകിസ്ഥാനുമായും US-ഉമായി നടത്തിയ ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു തീരുമാനം. ഇതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ പ്രമേയം പാസാക്കി. ഇറാനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നും ഉടൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നു. Take decisive action to stop the threat posed by the terrorist regime in Iran with Operation Epic Fury. Is that a great name? Well, it's only good if you win. You know, you can only do. And we've won. Let me say, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour, it was over. We don't want to leave early, do we? We got to finish the job, right? Over the past 11 days, our military has virtually destroyed Iran. It's a tough country. Their air force is gone, totally gone. That took the better part of about 3 hours. They no longer have radar. They don't have anti-aircraft equipment. They don't have anything. Their missiles are down 90%. Their drones are down 85%.
And I can only say this. They were all prepared. They're very strong. You know, they're going to try and take over the whole Middle East. They were going to knock out Israel. They don't know what the hell hit them, right? They don't know what the അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴി 2 ഇന്ത്യൻ കപ്പലുകളെ കടന്നു പോകാൻ ഇറാൻ അനുവദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നടപടി. എന്നാൽ ഹോർമുസ് വഴി കടന്നു പോകാൻ ശ്രമിച്ച നിരവധി കപ്പലുകളെ ഇറാൻ ഇന്നും ആക്രമിച്ചു. ആകെ 13 കപ്പലുകളാണ് യുദ്ധം തുടങ്ങി ഇന്നുവരെയും ആക്രമിക്കപ്പെട്ടത്. അജയ് സുധാ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അജയ്, ഇറാൻ സമാധാന ശ്രമത്തിന് സന്നദ്ധത അറിയിക്കുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇനിയും കുറേ കാര്യങ്ങൾ ഇറാനിൽ ചെയ്തു തീർക്കാനുണ്ടെന്ന്. ഇറാൻ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോഴും എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും പിടിവാശിയുമായി നിൽക്കുന്നത്? അമേരിക്ക തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്താത്തത്? ഇങ്ങനെ പോയാൽ യുദ്ധം ഇനിയും നീളാനുള്ള സാധ്യതയില്ലേ? മുമ്പ് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് യുദ്ധം ഉടൻ തന്നെ അവസാനിക്കും, തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാറായി എന്നെല്ലാം ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ യുദ്ധം ഇപ്പോൾ ഉടൻ അവസാനിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഉടൻ പിന്മാറും എന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ഞങ്ങൾക്ക് ഇനിയും നിരവധി കാര്യങ്ങൾ ഇറാനുള്ളിൽ ചെയ്തു തീർക്കാനുണ്ട് എന്നെല്ലാം ട്രംപ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇറാന് മേൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിജയം നേടിക്കഴിഞ്ഞു. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും എല്ലാം നശിപ്പിച്ചു. അവരുടെ മിസൈൽ ഫെസിലിറ്റി 90% നിലവിൽ ഇല്ലാതായി കഴിഞ്ഞു. അവരുടെ നേവിയും എയർഫോഴ്സും ഒന്നും തന്നെ നിലവിൽ പ്രവർത്തനമില്ല എന്നെല്ലാം ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് ഇറാൻ നിലവിൽ ഒരു സമാധാന ശ്രമവുമായി മുന്നോട്ട് വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ആദ്യമായാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു സമാധാന ശ്രമം മുന്നോട്ട് വന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിനു മുൻപേ ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾ യുദ്ധത്തിൽ യാതൊരു അയവും വരുത്തില്ല, ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണെങ്കിൽ അവസാനിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും എന്നെല്ലാം ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ചകൾക്ക് 3 ഉപാധികൾ കൂടി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധം തുടങ്ങി ഇന്നുവരെയുള്ള ഇറാന് സംഭവിച്ച എല്ലാ സാമ്പത്തികമായും അതുപോലെ സൈനികമായും സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും നഷ്ടപരിഹാരം നൽകണം. അതുപോലെ ഇറാന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇറാനുള്ള അവകാശങ്ങളും അവരുടെ സ്ഥാനവും US-ഉം ഇസ്രായേലും അംഗീകരിക്കണം. ഇനി ഭാവിയിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് രേഖാമൂലം ഉറപ്പു നൽകണം. ഈ 3 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഒരിക്കലും US-ഉം ഇസ്രായേലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം എന്നൊരാവശ്യം, ഇറാനിൽ ഒരു ഭരണമാറ്റം വരുത്തിയേ തീരൂ എന്നൊരു ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുന്ന രാജ്യങ്ങളാണ് US-ഉം ഇസ്രായേലും. അപ്പോൾ ഇതെല്ലാം തന്നെയാകണം ട്രംപ് ഇനിയും പിന്മാറാനില്ല, ഇറാനുള്ളിൽ ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം. എന്നാലും യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ട്രംപിന് മേൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് UN-ൽ നിന്ന് ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ബഹ്റൈനാണ് ഇത്തരമൊരു പ്രമേയം മുന്നോട്ട് വെച്ചത്. 135 രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന എല്ലാ സൈനിക നടപടികളെയും അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു ഇത്. UN രക്ഷാസമിതിയിലുള്ള 15 അംഗങ്ങളിൽ 13 അംഗങ്ങളും ഇതിനെ പിന്തുണച്ചു. എന്നാൽ റഷ്യയും ചൈനയും മാത്രം വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. റഷ്യ ഈ പ്രമേയത്തെ പറ്റി പറഞ്ഞത് ഇത് തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള പ്രമേയമാണ്, ഇതിൽ ഇറാനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു പ്രമേയമായിരുന്നു ഇത്. ഇതിന് പകരം റഷ്യ മറ്റൊരു പ്രമേയം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ലോകരാജ്യങ്ങൾക്ക് ഒട്ടാകെ ഉത്തരവാദിത്തമുണ്ട്, എല്ലാ രാജ്യങ്ങളും കൂട്ടുത്തരവാദിത്തത്തോടെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രമേയം റഷ്യ മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ പ്രമേയം വളരെ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഈ UN രക്ഷാസമിതിയിലുള്ള
4 അംഗങ്ങൾ മാത്രമാണ് ഈ പ്രമേയത്തെ പിന്തുണച്ചത്. 2 അംഗങ്ങൾ ഇത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ റഷ്യ ഇറാനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടും ഇത് ഫലം കാണാതെ പോയി. ഇപ്പോൾ പശ്ചിമേഷ്യ അതുപോലെ തന്നെ US ബ്ലോക്ക് ഒട്ടാകെ ഇറാനെതിരെ തിരിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ ഒഴിച്ച് അതായത് അജയ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നു. മറ്റ് UN പ്രമേയത്തിൽ പോലും അവർക്ക് പിന്തുണ ഇല്ലാത്തൊരവസ്ഥ. അമേരിക്കയും നേരത്തെ ഇറാൻ സൂചിപ്പിക്കുന്നത് പോലെ അമേരിക്കയും ഇസ്രായേലുമാണ് തങ്ങളുടെ രാജ്യത്ത് കടന്നാക്രമണം നടത്തിയത്. പക്ഷെ അതിനുശേഷം ഇറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ, ആക്രമണങ്ങൾ, ഇതൊക്കെയാണോ ഈ രീതിയിൽ ഇറാൻ ഒറ്റപ്പെടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും ആ പശ്ചിമേഷ്യയിലുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ പോകുന്നത് ഇറാൻ തടയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണമാണ് നിരവധി ലോകരാജ്യങ്ങളിൽ നിന്ന് ഇറാന് എതിർപ്പ് കൂടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയത്. ഇപ്പോൾ നിലവിൽ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് കടന്നു പോകാൻ നിലവിൽ ഇറാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ പുഷ്പക് അതുപോലെ തന്നെ പരിമൾ എന്നീ കപ്പലുകൾക്കാണ് ഹോർമുസ് വഴി പോകാൻ നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ സംഭാഷണത്തെ തുടർന്നുണ്ടായ നയതന്ത്രപരമായിട്ടുള്ള ധാരണയാകണം ഇത്തരത്തിൽ 2 ഇന്ത്യൻ കപ്പലുകളെ ഇതുവഴി യാത്ര ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ നിലവിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയിലൂടെ മറ്റൊരു കപ്പലുകളെയും ഇറാൻ യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഒരു സൗദി കപ്പൽ മാത്രം അവർ അത്യന്തരം ഒരു ഭീഷണിയുടെ ഒരു മുൾമുനയിൽ തന്നെ തങ്ങളുടെ റഡാറുകളെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഈ ഹോർമുസ് വഴി ഇറാന്റെ കണ്ണിൽ പെടാതെ അതുവഴി യാത്ര ചെയ്ത് ഒഴിച്ചാൽ മറ്റൊരു കപ്പലും ഹോർമുസ് വഴി പുറത്തോട്ട് വന്നിട്ടില്ല. ഇന്നും നിരവധി എണ്ണ ടാങ്കറുകൾക്ക് നേരെയും കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാഖിന്റെ തുറമുഖത്ത് 2 വിദേശ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 38 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ആക്രമണത്തോടെ ഇറാൻ തങ്ങളുടെ ഓയിൽ ടെർമിനലിന്റെ പ്രവർത്തനം ഇറാഖ് തങ്ങളുടെ ഓയിൽ ടെർമിനലിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇറാഖിന്റെ തുറമുഖത്ത് നിന്ന് എണ്ണക്കപ്പലുകളൊന്നും തന്നെ യാത്ര തിരിക്കില്ല. അതുപോലെ തന്നെ തായ്ലൻഡിന്റെ ഒരു കപ്പൽ ഒമാന്റെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഇതിൽ ഒമാൻ 20 പേരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യു എയുടെ തീരത്ത് നിന്ന് 35 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് മറ്റൊരു വിദേശ കണ്ടെയ്നർ കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ജബൽ അലി, അതുപോലെ ഇപ്പോൾ നിലവിൽ ഒമാന്റെ തീരത്ത് ഒമാന്റെ സലാല തുറമുഖത്തിന് സമീപമുള്ള ഒരു ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ തീപിടുത്തത്തിനും കാരണമായി. ഇങ്ങനെ നിരവധി ഓയിൽ ഫെസിലിറ്റികൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ കപ്പലുകളെ യാത്ര ചെയ്യാൻ അനുവദിച്ചത് എന്നൊരു കാര്യം കൂടിയുണ്ട്. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിപ്പിച്ച സംഭവത്തിൽ ഡോക്ടർ ശിവപ്രസാദിന് കാരണം കാണിക്കൽ നോട്ടീസ്. ശിവപ്രസാദിന്റെ ആരോപണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതേസമയം ആശുപത്രിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നും ജീവനക്കാരുടെ കുറവില്ലെന്നുമാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളില്ല, ചികിത്സിച്ചാൽ ജീവഹാനി വരെയും വന്നേക്കാമെന്ന് ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയുള്ള കോന്നി മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയാണ് ഇത്തരമൊരു നോട്ടീസ് പതിപ്പിക്കുന്നത്. അതായത് ആ മെഡിക്കൽ കോളേജിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായും ആ നോട്ടീസിൽ പറയാതെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്. സംഭവത്തിന് പിന്നാലെ ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ ഡോക്ടർ ശിവപ്രസാദിൻ്റെ വിശദീകരണം? അദ്ദേഹത്തിനെതിരെ ഈ കാരണം കാണിക്കൽ നോട്ടീസിനപ്പുറം കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ടോം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഗൗരവതരമായ ഒരു ആരോപണമാണ് ഈ ഡോക്ടർ ശിവപ്രസാദ്. സർജറി വിഭാഗത്തിന്റെ മേധാവിയാണ് അദ്ദേഹം.
അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ അദ്ദേഹത്തിന്റെ ഒപിക്ക് മുൻപിൽ ഇത്തരം ഒരു പോസ്റ്റർ പതിപ്പിച്ചത്. 8ഓളം മാർഗനിർദ്ദേശങ്ങൾ വെച്ച പോസ്റ്ററാണ് അത്. ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങളില്ല, പരിമിതമാണ്. വരുന്ന രോഗികൾ, ആശുപത്രിയിൽ വരുന്ന രോഗികൾ തങ്ങളുടെ സമ്മതപത്രം എഴുതി നൽകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ, നഴ്സുമാരില്ല, ഡോക്ടർമാരുടെ കുറവുണ്ട്, ഉപകരണങ്ങൾ ആവശ്യത്തിനില്ല. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സമ്മതമാണെങ്കിൽ മാത്രം രോഗികൾ ചികിത്സയ്ക്ക് എത്തുക. ചികിത്സയ്ക്ക് ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഗൗരവതരമായുള്ള ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിനെ കുറിച്ച് എഴുതി തന്റെ ഒപിക്ക് മുന്നിലാണ് അദ്ദേഹം പതിപ്പിച്ചത്. അത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അത് നീക്കം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇത്തരമൊരു ആരോപണം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ശിവപ്രസാദിന് ആശുപത്രി സൂപ്രണ്ട് ഷാജി മെമ്മോ നൽകിയിരിക്കുന്നത്. അതിൽ വിശദമായ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണമായി പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ 2500ഓളം ഓപ്പറേഷനുകൾ, ഈ സർജറികൾ ഇപ്പോൾ ഈ ആശുപത്രി നടക്കുന്നുണ്ട്. ഈ ഡോക്ടർ ശിവപ്രസാദിന്റെ വകുപ്പിൽ വിഭാഗത്തിൽ മാത്രം 16ഓളം ജീവനക്കാരുണ്ട്. അതിൽ 6-7 ഡോക്ടർമാർ കൂടിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആശുപത്രിയുടെ മോശമായ അവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടി ശിവപ്രസാദ് മനഃപൂർവ്വം ആരോഗ്യവകുപ്പിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഈ ആശുപത്രി ആരോഗ്യവകുപ്പ് അധികൃതർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെമ്മോ നൽകിയിട്ടുള്ളത്. ശിവപ്രസാദ് നേരത്തെ വകുപ്പ് തല നടപടി നേരിട്ടതാണ്. ഡോക്ടർ ശിവപ്രസാദിന്റെ ഭാര്യയുടെ പേരിൽ ആശുപത്രി ഉണ്ട്. അവിടെ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമായി കണ്ടെത്തുകയും വകുപ്പ് തല നടപടി നേരിട്ട ഡോക്ടർ കൂടിയാണ്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരുപക്ഷെ അദ്ദേഹം ഇത്തരം ഒരു കാര്യം എഴുതി വെച്ചതെന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ആശുപത്രി നിലവിലുള്ള പരിമിതമായ സൗകര്യങ്ങൾ ശരിയാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജ് തുടർച്ചയായുള്ള കാലങ്ങളായി വന്നതിന് ശേഷമായിരിക്കും പൂർണ്ണ സജ്ജമായി മാറുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഡോക്ടർ ആശുപത്രിയിൽ വന്നാൽ, രോഗികൾ വന്നാൽ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ പരിമിതികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന ഡോക്ടർ ഉന്നയിക്കുന്ന പോലെ തരത്തിലുള്ള വിവാദമായ രീതിയിലുള്ള, മോശമായ രീതിയിലുള്ള ഒന്നും തന്നെ കോന്നി മെഡിക്കൽ കോളേജിലില്ല. ഇത് ഡോക്ടർ മനഃപൂർവ്വം ആശുപത്രിയും ആരോഗ്യവകുപ്പിനെയും കരിവാരി തേക്കുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ആശുപത്രി സൂപ്രണ്ട് ഷാജി ഇപ്പോൾ മെമ്മോ നൽകിയിട്ടുള്ളത്. ഗുരുതരമായ നടപടിയാണ്, ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർ ശിവപ്രസാദിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നാണ് അറിയുന്നത്. അത് മാത്രമല്ല, സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ ശിവപ്രസാദ്. അതുകൊണ്ട് തന്നെ ആശുപത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആശുപത്രിയിലെ ഫാർമസിയുടെ പ്രവർത്തനം ഉച്ചവരെയുള്ളതാണ് ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസിയുണ്ട്. ഈ സർജറി വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ പെയിന്റ് ഇളകി വീഴുന്നതായിട്ടും അത് അണുബാധയ്ക്ക് കാരണമാണെന്നും ഈ നോട്ടീസിൽ പറഞ്ഞ, ഈ സമ്മതപത്രത്തിൽ പറഞ്ഞിരുന്നു. അത് അടിസ്ഥാനരഹിതമാണ്. അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. സർവീസ് ചട്ടം അനുസരിച്ച് ഇത്തരം വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വകുപ്പ് മേധാവി അറിയിച്ച് അതിനുള്ള നടപടി. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അവിടെ സിസ്റ്റം തകരാറിലാണ്. അവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം നമുക്കറിയാം. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കുമല്ലോ ഡോക്ടർ ശിവപ്രസാദിന് സംഭവിക്കാൻ പോകുന്നത്. കാരണം പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുന്ന ചികിത്സാ പിഴവുകൾ, നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയ സർജിക്കൽ കത്രിക വരെയും മറന്നുവെച്ച സംഭവങ്ങൾ, അങ്ങനെ തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർമാരുടെ മാത്രമല്ല, അത് ആരോഗ്യവകുപ്പിൻ്റെ തന്നെ വീഴ്ചയാണ്. പല ആശുപത്രികളിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാരെ പിന്നീട് ഇല്ലായ്മ ചെയ്യുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന പ്രവണതയാണ് ഉണ്ടാകാൻ പോകുന്നത്, സാധാരണ ഉണ്ടാകാറുള്ളത്. അതിനപ്പുറം യാതൊരു തിരുത്തലിനും നമ്മുടെ ഭരണകൂടം, ആരോഗ്യവകുപ്പ് തയ്യാറാകാറില്ല. ഇവിടെയും അത് തന്നെ ആയിരിക്കുമല്ലോ സംഭവിക്കുക. ടോം, തീർച്ചയായും എന്തായാലും ശിവപ്രസാദിനെതിരെ ഗുരുതരമായ നടപടി ഉണ്ടാകും. അത് ഈ മെമ്മോയിൽ കൊണ്ട് ഒതുങ്ങുന്നതല്ല. എന്തായാലും അതിന് മുകളിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. ശിവപ്രസാദിന്റെ വിശദീകരണം തേടിയതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഒപിക്ക് മുന്നിൽ, ശിവപ്രസാദിന്റെ ഒപിക്ക് മുന്നിലാണ് ഇത്തരത്തിൽ പോസ്റ്റേഴ്സ് രോഗികളുടെ സമ്മതപത്രം എന്ന നിലയ്ക്ക് പതിച്ചിട്ടുള്ളത്. അത് ഗുരുതരമായ സർവീസ് ചട്ട ലംഘനമാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അത് വകുപ്പ് മേധാവിയെ, സൂപ്രണ്ടിനെ അറിയിക്കുക. അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് അവർ അറിയിക്കും, മുകളിലോട്ട് അറിയിക്കും. അത്തരമാണ് സംവിധാനമുള്ളത്. പക്ഷെ അത് പാലിക്കാതെ തുറന്ന് രോഗികളെ അവരെ ഭീതിപ്പെടുന്ന തരത്തിലേക്ക്, ആശുപത്രിയെ മോശമാക്കുന്ന തരത്തിലേക്ക് ഇത്തരമൊരു പോസ്റ്റർ സ്വന്തമായി എഴുതി, രോഗികളുടെ സമ്മതപത്രം പോലെ തന്നെ എഴുതി തയ്യാറാക്കിയ
രീതിയിലാണ് ഇത് പതിച്ചിട്ടുള്ളത്. പക്ഷേ ശിവപ്രസാദ് പറയുന്ന മറ്റൊരു കാര്യം, ആരോഗ്യവകുപ്പിൽ വരുന്ന വീഴ്ചകൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാരാണ്. അതുകൊണ്ടാണ് താൻ അത്തരത്തിൽ ചെയ്തത്. കാരണം ഇവിടെ പരിമിതമായ സൗകര്യങ്ങളാണ് കുഞ്ഞി മെഡിക്കൽ കോളേജിലുള്ളത്. അവിടെ എന്തെങ്കിലും രോഗികൾക്ക് സംഭവിച്ചാൽ അത് ഡോക്ടർമാരുടെ വീഴ്ചയായി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് താൻ പോസ്റ്റർ പതിച്ചതെന്നുള്ളതാണ് ഡോക്ടർ ശിവപ്രസാദിൽ നിന്നും അറിയാൻ കഴിഞ്ഞ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞുള്ളത്. അത് മന്ത്രി തന്നെ പറയുകയും ചെയ്തു. കാരണം ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ, ചികിത്സാ പിഴവുകൾ ഉണ്ടായാൽ അത് വകുപ്പിലെ വകുപ്പ് ആ വിഭാഗത്തിലെ ഡോക്ടർക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തമെന്ന് മന്ത്രിയും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളത് എന്നാണ് ശിവപ്രസാദ് വ്യക്തമാക്കി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നടപടി വിശദീകരണം തേടിയ ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ സ്വയം വിരമിക്കൽ വേണ്ടിയുള്ള സൂചിപ്പിച്ചതുപോലെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ ശിവപ്രസാദിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അതിന് മുന്നോടിയായിട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കർണാടകയിൽ മലയാളി ഡ്രൈവർക്ക് നേരെ ആക്രമണം. മൈസൂർ കൽപ്പറ്റ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവറെയാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30 കർണാടകയിലെ നഞ്ചൻഗോഡ് വെച്ചാണ് കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു ജോസഫിന് മർദ്ദനമേറ്റത്. ബസ് സ്കൂട്ടറിൽ തട്ടിയെന്ന് ആരോപിച്ച ഒരു കൂട്ടം ആളുകൾ ബസ്സിനെ പിന്തുടർന്ന് വാഹനം കുറുകെയിട്ട് ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. गाड़ी के अंदर लोगों के अंदर फोन कर रहा फोन कर रहा फोन कर रहा फोन कर रहा फोन कर ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയരാജ്, ഇത് നമ്മുടെ കേരളത്തിൽ പതിവുള്ള കാഴ്ചയാണ്. ഇങ്ങനെ റോഡിലെ പ്രകോപനങ്ങൾ, നിസ്സാര കാരണത്തിന് നടുറോഡിൽ വെച്ച് മറ്റു വാഹനത്തിലെ ഡ്രൈവറെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ പതിവായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ മറ്റൊരു നാട്ടിൽ കർണാടകയിൽ വെച്ചാണ് ഒരു മലയാളി ഡ്രൈവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അതിന്റെ പ്രകോപന കാരണം എന്താണ്? ടോം, ഇന്നലെ വൈകിട്ട് 6:30 നഞ്ചൻകോട് വെച്ച് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മൈസൂർ കൽപ്പറ്റ ഫാസ്റ്റ് പാസഞ്ചറിലെ ഡ്രൈവറെയാണ് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചത്. കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവർ PD ഷിബു ജോസഫിനാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. ഒരു ബസ് സ്കൂട്ടറിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് ഒരു കൂട്ടം ആളുകൾ ബസ്സിനെ പിന്തുടർന്ന് വാഹനം കുറുകെയിട്ട് ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. തുടർന്ന് വയനാട്ടിൽ നിന്ന് KSRTC ഉദ്യോഗസ്ഥരെത്തിയാണ് നഞ്ചൻകോട് പോലീസിൽ പരാതി നൽകിയത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലല്ല, കർണാടകയിലും ഇത് വ്യാപകം തന്നെയാണെന്ന് പറയാം. ഇത് ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ കാര്യം എന്താണെന്നറിയാതെ പ്രകോപനം നടത്തുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ വിഷ്വലിൽ തന്നെ കണ്ടാൽ അറിയാം, ഒരു സ്കൂട്ടർ തട്ടിയതിന്റെ പേരിൽ എന്നാണ് പറയുന്നത്. ഡ്രൈവർ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും വണ്ടി നിറയാണ് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തില് എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അറിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കർണാടകയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി മലയാളികൾ അവിടെ ഇഞ്ചി കൃഷിയും ഒക്കെയായി കർണാടകയിൽ ഉണ്ടെങ്കിൽ പോലും കർണാടകയിൽ പല ആക്സിഡന്റുകൾ തന്നെ നടക്കുന്നത്, ഒരുപാട് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഇതിനു മുമ്പ് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ പകൽ സമയവും ഇതുപോലെ കവർച്ചക്കാരും ഒക്കെ ഉള്ളതൊക്കെ ഇതിനു മുമ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണെന്നുള്ളൊരു വ്യക്തത നമുക്കറിയില്ല. ഒരു സ്കൂട്ടറിന്റെ സൈഡ് തട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും 2-3 വണ്ടി ആളുകളാണ് ഇതിനായിട്ട് നിൽക്കുന്ന പോലെ ഈ വണ്ടിയെ പിന്തുടരുകയും അതുപോലെ തന്നെ കുറുകെയിട്ട് ഡ്രൈവറെ പുറത്തിറക്കി ആക്രമിക്കുകയും ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് വീഡിയോ എടുക്കുന്ന ആളുടെ ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കർണാടകയിലെ പതിവാണ് എന്ന് തന്നെ നമുക്ക് പറയാം, ചില ഏരിയകളിൽ. ബ്രേക്ക് എൻഡിൽ പോരാ, എൻഡില്. യെസ്, ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലാണ് മലയാളിയായ KSRTC ബസ് ഡ്രൈവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്.
കോഴിക്കോട് മുക്കത്ത് ജ്വല്ലറിയിൽ മോഷണം. മുക്കം ശ്രീരാഗൻ ജ്വല്ലറിയിലാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ മോഷണം നടന്നത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ ആളാണ് സ്വർണം മോഷ്ടിച്ചത്. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 1/4 പവനോളം തൂക്കം വരുന്ന 2 മോതിരങ്ങളാണ് മോഷ്ടിച്ചത്. പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ഒരാളിവിടെ വന്ന് മോതിരം ചോദിച്ച്, അപ്പോൾ മോതിരം ഒക്കെ നോക്കണതിൻ്റെ ഇടയിൽ 2 മോതിരം മൂപ്പര് കൈക്കലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അളവും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് മൂപ്പരായിട്ട് ഇറങ്ങുകയും ചെയ്ത്. പക്ഷെ അതിൻ്റെ ഇടയിൽ മോതിരം നോക്കണതിൻ്റെ ഇടയിൽ 2 മോതിരം മൂപ്പരെ കൈക്കലാക്കി. അത് മൂപ്പര് പോയതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ഇയാളൊരു കാറിൽ കയറി പോവുകയും ചെയ്തു. അതാണ്ടായത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റേഷനിൽ നിന്ന് നല്ല സഹകരണമാണ്, അവർ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ കാപ്പവന്റെ താഴെയുള്ളൂ, കാപ്പവന്റെ അടുത്ത് ഉള്ള 2 മോതിരം ജസ്റ്റ് ഒരു 31,000 രൂപേന്റെ സാധനമാണ് ഇന്നലെ മോഷണം പോയത്. മൂപ്പര് പോയതിന് ശേഷം നമ്മൾ ആ കൊടുത്ത ബോക്സ് തൂക്കം നോക്കലോ, നമ്മൾ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്താലും എടുത്തില്ലെങ്കിൽ നമ്മളത് ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ തൂക്കം നോക്കി വെക്കും. അപ്പോൾ തൂക്കം നോക്കിയപ്പോൾ അതിൽ 2 മോതിരം കുറവുണ്ട്, കാപ്പവൻ്റെ അടുത്ത് ഗോൾഡിൻ്റെ തൂക്കത്തിനും വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് അറിഞ്ഞത്. ഞങ്ങൾ CCTV ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ മൂപ്പര് വിഷ്വൽസ് കറക്റ്റായിട്ട് കാണാം. മൂപ്പര് 2 മോതിരം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത്. പിന്നെ മൂപ്പര് ഇവിടെ നിന്ന് ഇറങ്ങി വളരെ സ്പീഡിൽ ഓടുക ചെയ്തത്. അങ്ങനെ കാറിൽ കയറി പോവുകയും ചെയ്ത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പട്ടാപ്പകലാണ് ഈ ഒരു മോഷണം നടക്കുന്നത്, അതും അവിടുത്തെ ജീവനക്കാരെ കബളിപ്പിച്ചുകൊണ്ട്. പ്രതിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ടോം, ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ മോഷണം നടന്നത്. ശ്രീരാഗം ജ്വല്ലറിയിൽ ഈ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയാണ് ഇയാൾ ജ്വല്ലറിയിൽ എത്തിയത്. കുറച്ചു നേരം സ്വർണം പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ചെറിയ മോതിരങ്ങളൊക്കെ വരുന്ന ഇടത്ത് അത്തരം ആഭരണങ്ങളാണ് ഇയാൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതിനുശേഷം വളരെ സമർത്ഥമായി തന്നെ ഇയാൾ മോഷണം നടത്തുകയും വളരെ പെട്ടെന്ന് മോതിരങ്ങളുമായി പുറത്തേക്ക് പോവുകയും കാറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. ചുരുക്കപ്പെട്ടായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ എന്ന് നേരത്തെ കുടുംബം തന്നെ പറയുകയും ചെയ്തിരുന്നു. കടയിൽ നിന്നും ഇറങ്ങിയ ശേഷം വളരെ വേഗത്തിൽ ഓടിയാണ് ഈ പോസ്റ്റ് ഓഫീസിനടുത്ത് നിർത്തിയിട്ട കാറിലേക്ക് കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറിയ ആഭരണങ്ങളായതുകൊണ്ട് തന്നെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യത കുറവാണ്. വലിയ മാല, കമ്മൽ, അങ്ങനെ വലിയ തൂക്കമുള്ള ആഭരണങ്ങളാണെങ്കിൽ അത് മോഷ്ടിക്കുക വളരെ എളുപ്പമുള്ള കാര്യമുണ്ട്. പക്ഷെ ഇത് ചെറിയ ആഭരണങ്ങളായതുകൊണ്ട് 2 ഗ്രാമൊക്കെ വീതം വരുന്ന മോതിരങ്ങളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൈക്കലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ 2 ഗ്രാമിന്റെ ആഭരണങ്ങളാണെങ്കിൽ പോലും അതിപ്പോൾ സ്വർണ്ണവില വളരെയേറെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. വലിയ വില വരും, 30,000 രൂപ ചുരുങ്ങിയത് വരും എന്നാണ് ആ ഉടമ തന്നെ പറയുന്നത്. എന്തായാലും ഇയാളെ കുറിച്ച് വളരെ വിശദമായ പരിശോധന പോലീസ് നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നോക്കുന്നു. ഇയാൾ പോയ സ്ഥലം, ആ ജംഗ്ഷനിൽ നിർത്തിയിട്ട വാഹനം ഏതാണ്, വാഹനത്തിന്റെ നമ്പർ, ഒപ്പം ഏത് ദിശയിലേക്കാണ് ഇയാൾ രക്ഷപ്പെട്ടു കളഞ്ഞത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം മറ്റു ജ്വല്ലറികളും സമാനമായ രീതിയിൽ തന്നെ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനകളും നടത്തി വരികയാണ്. എന്തായാലും അധികം വൈകാതെ പ്രതിയിലേക്ക് എത്തും എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അനീഷ്, ഇവിടെ പ്രതി സംഭവത്തിന് ശേഷം ഇത് എവിടെയുള്ള ആളായിരിക്കാം? ഈ കോഴിക്കോട് മുക്കം പ്രദേശത്ത് തന്നെയുള്ള ആളാണോ അതോ മറ്റ് ഏതെങ്കിലും പ്രദേശത്തുള്ള ആളാണോ? എന്തെങ്കിലും സൂചനകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ആളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവർ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. ഈ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അത് സ്ഥിരം കുറ്റവാളിയാണോ അല്ലെങ്കിൽ സമാനമായ രീതിയിലെ മോഷണ കേസിലൊക്കെ നേരത്തെ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ വൈകാതെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടും. ഇയാളെ കുറിച്ച് വ്യക്തമായ ചിത്രം, സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും തന്നെയാണ് വ്യക്തമാക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കത്ത് ജ്വല്ലറിയിൽ
ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് സ്വർണം വാങ്ങാനെന്ന് വ്യാജേന എത്തി 2 ഗ്രാം തൂക്കമുള്ള 2 മോതിരങ്ങൾ മോഷ്ടിച്ചത്. ഏകദേശം ഒരു 1/2 പവനോളം തൂക്കമുള്ള മോതിരങ്ങളാണ്. ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഒരു 1/2 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്വർണമാണ് മോഷ്ടിച്ചത്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.